ഹലോ, ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, കൺസൾട്ടൻറ്റ് സ്പൈൻ സർജൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. നമ്മുടെ നട്ടെല്ലിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും കുറവ് കാണുന്നതും എന്നാൽ ബാധിച്ചാൽ നിർബന്ധമായിട്ടും ചികിത്സിക്കേണ്ടതുമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്പൈനൽ ട്യൂമർ, സ്പൈനെ ബാധിക്കുന്ന ട്യൂമർ. എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് സ്പൈൻ ട്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മാത്രമാണോ, ഒരു ടൈപ്പാണോ എന്നുള്ളത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നട്ടെല്ലുമുണ്ട്, നട്ടെല്ലിന് പുറകിലൂടെ പോകുന്ന സുഷുമ്നാ നാഡിയുണ്ട്. ഇതിനെ ബാധിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്ത് പല സ്ഥലങ്ങളിൽ വരുന്നതിനനുസരിച്ച് ഈ ട്യൂമറും മാറിക്കൊണ്ടിരിക്കും. നട്ടെല്ലിനെ ബാധിക്കുന്ന ട്യൂമറിനെയാണ് നമ്മൾ എക്സ്ട്രാ ഡ്യൂറൽ ട്യൂമർ അല്ലെങ്കിൽ സ്പൈനൽ കോളം ട്യൂമർ എന്നൊക്കെ പറയുന്നത്. നട്ടെല്ലിൻ്റെ പുറകിലൂടെ പോകുന്ന സുഷുമ്നാ നാഡിയെ ബാധിക്കുന്ന ട്യൂമറിനെ അല്ലെങ്കിൽ ക്യാൻസറിനെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് തിരിക്കാം. സുഷുമ്നാ നാഡിയുടെ കവറിങ്ങിനകത്ത് എന്നാൽ ശരിക്കുള്ള സ്പൈനൽ കോഡിന് പുറത്ത് വരുന്ന ട്യൂമറിനെ ഇൻട്രാഡ്യൂറൽ എക്സ്ട്രാ മെഡുലറി ട്യൂമർ എന്ന് പറയും. ശരിക്കുള്ള സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന ട്യൂമറിനെ അല്ലെങ്കിൽ സുഷുമ്നാ നാഡിയെ ബാധിക്കുന്ന ട്യൂമറിനെ ഇൻട്രാമെഡുലറി ട്യൂമർ എന്ന് പറയും. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്, സ്പൈൻ ട്യൂമറുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുന്നത് എക്സ്ട്രാ ഡ്യൂറൽ അല്ലെങ്കിൽ സ്പൈനൽ കോളം ട്യൂമർ അല്ലെങ്കിൽ നട്ടെല്ലിനെ ബാധിക്കുന്ന ട്യൂമറാണ്. നട്ടെല്ലിനെ ബാധിക്കുന്ന ട്യൂമർ തന്നെ പല ടൈപ്പായിട്ട് കാണാറുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ലങ്സിനകത്തുനിന്നോ ബ്രസ്റ്റിനകത്തുനിന്നോ തൈറോയിഡിനകത്തുനിന്നോ പ്രോസ്റ്റേറ്റിനകത്തുനിന്നോ കിഡ്നിക്കകത്തുനിന്നോ ഒക്കെ ട്യൂമർ വന്നിട്ട് അത് ബാധിക്കുന്ന ട്യൂമറുകൾ, അതിനെയാണ് മെറ്റാസ്റ്റാറ്റിക് ട്യൂമർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസീസ്. അത് ബാധിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. രക്തതാണുക്കളിലെ പ്ലാസ്മ സെല്ല് അബ്നോർമലായിട്ട് കൂടുകയും സ്പൈനൽ കോളത്തിൽ, അതായത് നട്ടെല്ലിലെ ബോൺമാരോയെ ഡിസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇനി ആൾക്കാരുടെ മെയിനായിട്ടുള്ളൊരു സംശയമാണ്, സ്പൈന് ട്യൂമർ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ ടൈപ്പ് ചികിത്സയാണ് വരുന്നത്. ചികിത്സ അങ്ങനെ ഒരു ഏത് ടൈപ്പാണ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ബയോപ്സി എടുക്കുക, അത് ഏത് ടൈപ്പാണ്, ഏത് സ്റ്റേജാണ്, ഏത് ക്ലാസ്സാണ്, എവിടേക്കാണ് അത് ബാധിച്ചിരിക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ ചികിത്സ. ഉദാഹരണത്തിന് സ്പൈനൽ കോളം, നട്ടെല്ലിന് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ സർജറി ഒരു അത്യാവശ്യ ആയിട്ട് വരുന്നു. അതായത് സ്പൈൻ കോളം ഫിക്സ് ചെയ്ത് കൊടുക്കുക, അതിന് സ്റ്റെബിലിറ്റി കൊടുക്കുക, അതിൻ്റെ അവിടുന്ന് നമുക്ക് മാക്സിമം ട്യൂമർ സെൽസിനെ റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇനി സുഷുമ്നാ നാഡിയെ ബാധിക്കുകയാണ് അല്ലെങ്കിൽ ആ സുഷുമ്നാ നാഡി അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ബലക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറമേ നിന്ന് ആ ഞരമ്പ് സുഷുമ്നാ നാഡിയിലോട്ട് കംപ്രഷൻ വരുന്നുണ്ടെങ്കിൽ ആ കംപ്രഷൻ മാറ്റി കൊടുക്കുന്ന കാര്യം കൂടി ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊരു പാർട്ട് മാത്രമാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടാണ് ഈ ട്യൂമർ ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഇനി പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള റെസിജ്വലായിട്ടോ അല്ലെങ്കിൽ ഉള്ള ട്യൂമറിനെ നശിപ്പിക്കാനായിട്ടുള്ള മൊഡാലിറ്റീസ്. അത് കീമോതെറാപ്പി ആകാം, റേഡിയോ തെറാപ്പി ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ തെറാപ്പി ആകാം. അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹെമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയോ ചിലപ്പോൾ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയോ ആണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുകയും ആ ആളെ ചികിത്സിക്കുകയും ചെയ്യുന്നത്. ഇനി സ്പൈൻ ട്യൂമറുള്ള ഒരാൾക്ക് കാണുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ഒബ്വിയസ്ലി ഓഫ് കോഴ്സ് സ്പൈൻ ട്യൂമറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത നട്ടെല്ലിൻ്റെ വേദനയാണ്. കൂടുതലും രാത്രികാലങ്ങളിലായിട്ടാണ് അത് കാണപ്പെടുന്നത്. അത് ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ഞരമ്പുകൾക്ക് ബലക്കുറവോ അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ക്ഷതമോ സംഭവിച്ചാൽ അത് കൈകാലുകളുടെ ബലക്കുറവിന് കാരണമാകാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ യൂറിൻ, ടോയ്ലറ്റ് അതിൻ്റെ കൺട്രോളിനോ അത് മനസ്സിലാക്കാനുള്ള കഴിവിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം. സ്പൈൻ ട്യൂമർ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? സ്പൈൻ ട്യൂമർ നമ്മൾ മേജർലി ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് MRI വഴിയാണ്. കോൺട്രാസ്റ്റ് MRIക്കകത്ത് നമുക്ക് സ്പൈനകത്ത് എവിടെയാണ് ട്യൂമർ എന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അത് വേറെ എവിടെന്നെങ്കിലും പടർന്നതാണോ അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പടർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ള ടെസ്റ്റാണ് PET-CT സ്കാൻ. അത് വളരെ നൂതനമായിട്ടുള്ളൊരു സ്കാനാണ്. അതിനകത്ത് നമുക്ക് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അബ്നോർമാലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ബയോപ്സി എടുത്തിട്ട് ഇത് ഏത് ട്യൂമറാണ്, ഏത് ടൈപ്പ് ട്യൂമറാണ്, എത്രത്തോളം അപകടകാരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ബയോപ്സി എന്ന് പറയുന്നത്.
ചില ട്യൂമറുകൾ നമുക്ക് ബ്ലഡിനകത്തൂടെ നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു അസുഖം, അത് ശരീരത്തിലെ രക്തത്തിൻ്റെ പ്ലാസ്മ സെൽസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് വരുന്ന ബോൺ ഡിസ്ട്രക്ഷനാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്മ്യൂണോ ഫിക്സേഷൻ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്ന നൂതനമായിട്ടുള്ള ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. വെറുതെ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നു. കുറച്ച് ദിവസത്തെ കാലതാമസമുണ്ട്, എങ്കിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു സ്പെസിഫിസിറ്റിയോടുകൂടി ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു സ്പൈൻ ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇമേജിങ് പ്ലസ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, അതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ബയോപ്സി, ഹിസ്റ്റോപത്തോളജി, അതാണ് ഇതിനകത്തെ കോർ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. സോ സ്പൈനൽ ട്യൂമർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പേടിച്ച് അല്ലെങ്കിൽ പരിഭ്രാന്തപ്പെട്ട് ഇരിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് പെട്ടെന്ന് തന്നെ ഒരു സ്പൈൻ സ്പെഷ്യലിസ്റ്റിനെ, ഒരു സ്പൈൻ ഡോക്ടറെ കാണുക, അതെവിടെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ നിങ്ങൾക്ക് ആക്കിയെടുക്കുക, അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. സോ സ്പൈനൽ ട്യൂമറിനെ പറ്റി ജനറലായിട്ടുള്ള ഒരു ധാരണ എല്ലാ ആൾക്കാരിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. റെയർ ആണെങ്കിൽ കൂടി അത് ബാധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി ചികിത്സ തേടേണ്ട ഒരു കാര്യമാണ്. താങ്ക്സ്.